students. So today നിങ്ങൾക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫുൾ സെമ്മിൻ്റെ എക്സാംസ് വരുമല്ലേ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് അതാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് എ ബി സി എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നേരത്തെ ക്ലാസ്സുകൾ നമ്മുടെ തേർഡ് സെം ഞാനിതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരുവിധം യൂസ്ഫുൾ ആയിരുന്നു അത് എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ക്ലാസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പഴയതുപോലെ തന്നെ 3 സെഷൻസ് ആയിട്ടാണ് ഇടുക, പാർട്ട് എ ബി സി ആയിട്ട്. അതിൽ എയുടെ എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോസ് വരുന്നത്. അപ്പോൾ സോ വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ സെഷൻ എയിലുള്ള നമ്മുടെ മാനേജറൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ 5 മൊഡ്യൂൾസാണ് നിങ്ങൾക്കുള്ളത്. 5 മൊഡ്യൂൾസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. മാനേജറൽ എക്കണോമിക്സിൽ പോലെ ഡിമാൻഡ്, ബിസിനസ് സൈക്കിൾ, ലോ ഓഫ് ഡിമാൻഡ്, പിന്നെ പ്രൊഡക്ഷൻ സൈക്കിൾ, പിന്നെ ഐസോ ക്വാണ്ടിറ്റിയൊക്കെ കാര്യങ്ങളും, അവസാനം മാർക്കറ്റ് സ്ട്രക്ചറും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ 5 മൊഡ്യൂൾസിൽ വരുന്നത്. അപ്പോൾ ഈ 5 മൊഡ്യൂൾസും കൂടെ ചേർത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയുള്ള. അപ്പോൾ സെഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ മെയിൻ ക്വസ്റ്റ്യൻസ് ആർ വാട്ട് ഇസ് മാനേജറൽ എക്കണോമിക്സ്. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആണ് മാനേജറൽ എക്കണോമിക്സ് സബ്ജക്റ്റിനെ പറ്റിയിട്ട് തന്നെ. അപ്പോൾ മാനേജറൽ എക്കണോമിക്സ് വാട്ട് ഇസ് എ ഡെഫിനിഷൻ, അതിൽ നിങ്ങൾ ഡെഫിനിഷനാണ് കൊടുക്കേണ്ടത്. അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ബട്ട് മെയിനായിട്ട് നിങ്ങൾ ഡെഫിനേഷൻ പഠിച്ചിരിക്കുക. സെക്കൻഡ്, വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്കണോമിക്സ് തന്നെ മൈക്രോ ആൻഡ് മാക്രോ ഉണ്ട്, അതെന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ദെൻ തേർഡ്, വാട്ട് ഇസ് or define the term inflation and recession. Inflation and recession entirely opposite ആയിട്ടുള്ള 2 ടേംസാണ്. അപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിൻ്റെ റൈസ് ആണോ പ്രൈസിൻ്റെ ഫോൾ ആണോ, റിസെഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് റൈസ് ആണോ ഫോൾ ആണോ, ഇതാണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഫോർത്ത് വൺ ഇസ് വാട്ട് ഇസ് ഫിസ്ക്കൽ പോളിസി. 2 ടൈപ്പ് പോളിസീസ് ഉണ്ട്, നമ്മുടെ ഇൻഫ്ലേഷൻ അതുപോലെ ഡിഫ്ലേഷൻ അതുപോലെ ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന 2 ടൈപ്പ് പോളിസിയുണ്ട്. മോണിറ്ററി പോളിസി അതുപോലെ ഫിസ്ക്കൽ പോളിസി. അതിനകത്ത് ഫിസ്ക്കൽ പോളിസീസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് എക്സ്പ്ലെയിൻ ദ ഗിഫൻ പാരഡോക്സ്. ഗിഫൻ പാരഡോക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, ഗിഫൻ പാരഡോക്സ്, ഗിഫൻ ഗുഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഗിഫൻ ഗുഡ്സ് ബേസ് ചെയ്തിട്ടാണ് ഗിഫൻ പാരഡോക്സ് വരുന്നത്. സോ വാട്ട് ഇസ് എ ഡെഫിനേഷൻ, വാട്ട് ആസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫൻ പാരഡോക്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ട് ആസ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്താ, യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ ആണ് യൂട്ടിലിറ്റി അല്ലേ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ ഇന്ന ടേംസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പോൾ നോർമൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, ഈ 3 കൺസെപ്റ്റ്. ദെൻ വാട്ട് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ്, വാട്ട് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒന്നുകൊണ്ട് മാറുന്ന, ഇഫ് വി ക്യാൻ റീപ്ലേസ് വൺ പ്രൊഡക്റ്റ് വിത്ത് അതർ പ്രൊഡക്റ്റ്, ഇറ്റ് ഇസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഗുഡ്സിന് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ വരുന്നത്. ദെൻ വാട്ട് ഈസ് പ്രൈസ് സ്കിമ്മിങ് ആൻഡ് പെനട്രേഷൻ. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് പ്രൈസ് ഫിക്സേഷനിലെ 2 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസാണ് പ്രൈസ് സ്കിമ്മിങ്ങും പ്രൈസ് പെനട്രേഷൻ. ആ 2 ടേംസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പ് എന്താണ്, പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾക്കാരെ ഫോളോ ചെയ്തിട്ടായിരിക്കും പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരു മാർക്കറ്റ് ലീഡർ ഉണ്ടാവും, അപ്പോൾ ആ ലീഡറിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, അതിനെയാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പല സ്ട്രാറ്റജീസ് ഉണ്ട്, എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ പഠിക്കണം. സോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പ്രൈസ് ലീഡർഷിപ്പ് എന്ന ടേമാണ്. ദെൻ വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പല ടൈപ്പ് ഓഫ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഉണ്ട്, പിന്നെ മൊനോപ്പൊളി മാർക്കറ്റ്, മൊനോപ്പൊളിസ്റ്റിക് മാർക്കറ്റ്, ഒലിഗോപ്പൊളി മാർക്കറ്റ്, ഡിയോപ്പൊളി മാർക്കറ്റ്, ഇങ്ങനെ കുറേ മാർക്കറ്റ് ടൈപ്സ് ഉണ്ട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്. അതിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ 2 ബയേഴ്സ് സെല്ലേഴ്സ് എല്ലാം നിറയെ അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ടു അസംബിൾ അല്ലെങ്കിൽ ഫ്രീ ടു സെൽ പ്രൊഡക്ട്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ളവരെയാണ്, അങ്ങനെയുള്ളൊരു മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആർക്കും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എവ്രിബഡി ഹാസ് ദ ഫ്രീഡം ടു സെൽ ആൻഡ് ബൈ ഗുഡ്സ്, അങ്ങനെയുള്ളൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനിയുള്ള ലെക്ചറിൽ. പിന്നെ വാട്ട് ഈസ് ഐസോകോൺ. ഐസോകോസ്റ്റ് ലൈൻസ്, ഇങ്ങനെ 2 ടേംസ് ഉണ്ട്, ഐസോകോണ്ടും ഐസോകോസ്റ്റും. കോണ്ട് എന്ന് പറയുമ്പോൾ എന്താ, ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി എന്ന കൺസെപ്റ്റാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഐസോകോസ്റ്റ് നോക്കണം. ദെൻ വാട്ട് ഇസ് മെൻ ബൈ ദ എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, റിട്ടേൺ ടു സ്കെയിൽ, എക്കണോമീസ് ഓഫ് സ്കെയിൽ, അങ്ങനെയുള്ള ടേംസ്
ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ, ഇത് നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. ഡിമാൻഡ് അനാലിസിസിൽ തന്നെ ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്, നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുന്നില്ലേ, അതുപോലെ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന കൺസെപ്റ്റ് എന്താ, കുറേ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിന് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ വരുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു 13 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഒരു പാർട്ട് എയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബേസിക് ആണ്, എല്ലാ മോഡ്യൂൾസും കവർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ ഈ ഒരു ലെക്ചറിൽ നിങ്ങൾക്കൊരു പകുതിയോളം ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം, ആൻഡ് നെക്സ്റ്റ് ലെക്ചറിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ ആൻസേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താ, മാനേജറിയൽ എക്കണോമിക്സ്. നിങ്ങൾ പഠിച്ചതാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ളതല്ലേ മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ അതിന് സിമ്പിൾ ടേംസിൽ ഞാനിവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. So managerial economics is concerned with the application of economic concepts and economic analysis to the problems of formulating rational management decision. ഈ ഒരു ടേം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഒരാളുടെ കൊട്ടേഷനാണ്, പക്ഷേ ഇത് അതുപോലെ പഠിച്ച് ഈ എഡ്വിൻ മാൻഫീൽഡ് എക്കണോമിസ്റ്റ് തന്ന അല്ലെങ്കിൽ എക്കണോമിക് പ്രൊഫസറിൻ്റെ ഡെഫിനിഷനാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് തന്നെ കോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സിമ്പിളായിരിക്കും. അത് ഒരിക്കലും അതിൽ നിന്ന് മാർക്ക് കുറയത്തില്ല, കോട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട്. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഈ ഒരു ഡെഫിനേഷൻ പഠിക്കാം. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സുകൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതെല്ലാം യൂസ് ചെയ്യുകയാണ്. എക്കണോമിക് ഫോർമുലേഷൻസ്, പോളിസീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുക. സോ വി ആർ അപ്ലൈയിങ് ദ എക്കണോമിക് കൺസെപ്റ്റ്സ് ഓർ ദ എക്കണോമിക് അനാലിസിസ് ടു ദ പ്രോബ്ലംസ് ഔട്ട് ഓഫ് ദി മാനേജറിയൽ ഡിസിഷൻ. എന്നിട്ടൊരു നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളതെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് മാനേജറിയൽ എക്കണോമിക്സ്. So in simple terms it is explained in the below paragraph, that is, it is a stream of management studies that emphasizes primarily solving business problems and decision making. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ബിസിനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടാണ് മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് ദ തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ അതുപോലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ 2 ടേംസിൽ നിന്നും അല്ലെങ്കിൽ 2 യൂണിറ്റിൽ നിന്നുമുള്ള തിയറീസും പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്താണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിന് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രീം. നമ്മുടെ നോർമൽ മാനേജ്മെൻറ്റിനുള്ളിൽ കുറേ സ്ട്രീംസ് ഉണ്ട്, അതിലെ ഒരു മെയിൻ സ്ട്രീം തന്നെയാണ് മാനേജറിയൽ എക്കണോമിക്സ്, വിച്ച് ഡീൽസ് വിത്ത് കമ്പനീസ് ഇൻറ്റേർണൽ ഇഷ്യൂസ് ബൈ യൂസിങ് വേരിയസ് തിയറീസ്. നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഇൻറ്റേർണൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് മെയിൻലി ഒരു കമ്പനി ഫേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ, അതിനൊരു ഡിസിഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് മാനേജറിയൽ എക്കണോമിക്സ്. മനസ്സിലായില്ലേ എന്താണ് മാനേജറിയൽ എക്കണോമിക്സ്? അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയാം. ഡെഫിനിഷൻ്റെ കൂടെ നിങ്ങൾക്ക് അതിന് എവിടെയൊക്കെ യൂസ്ഫുൾ ആണ്, ഒരു ബിസിനസ് ഫേമിൽ എവിടെയൊക്കെ യൂസ് ആവുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച്, അതുപോലെ അനലിറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ച്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ 2 മാർക്കിനോ 3 മാർക്കിനോ എഴുതുമ്പോൾ അതിനനുസരിച്ചൊരു 2 മാർക്കിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് എഴുതുമ്പോൾ എത്രയായിരിക്കും, ഒരു 2 പാരയൊക്കെ നമ്മൾ എഴുതും. 2 പാരഗ്രാഫ് ഒരു പേജിൻ്റെ പകുതിയോളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു, വാട്ട് ആസ് മെൻ ബൈ മാനേജറിയൽ എക്കണോമിക്സ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്? ഇപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് പറഞ്ഞു, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ദ തിയറീസ് ആൻഡ് ദ ആക്ടിവിറ്റീസ് ഇൻ ദ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മാക്രോയിൽ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറീസും യൂസ് ചെയ്തിട്ടാണ് മാനേജറിയൽ എക്കണോമിക്സ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം മൈക്രോ ആൻഡ് മാക്രോ ആ ടേംസിൽ നമുക്ക് മനസ്സിലാവും. മൈക്രോ മീൻസ് സ്മോൾ അല്ലേ, മാക്രോ എന്ന് പറയുമ്പോൾ വലുതാണ്. അപ്പം മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ദ ഇൻഡിവിജ്വൽ ഇൻകം. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം സ്റ്റഡി ചെയ്യുകയാണ്, അതിനെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. ഓരോ ആൾക്കാരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാക്രോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എല്ലാവരെയും കൂടെ ചേർത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻകമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. സോ മൈക്രോ ഡീൽസ് വിത്ത് ദ ഇൻഡിവിജ്വൽ ഇൻകം വൈൽ മാക്രോ ഡീൽസ് വിത്ത് ദ നാഷണൽ ഇൻകം. Then microeconomics analyzes the demand and supply of labor. ഓരോ ആൾക്കാരുടെ ഡിമാൻഡ് സപ്ലൈ ആണ്, ഓരോ ലേബേഴ്സിൻ്റെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ മാക്രോയിലാണെങ്കിലോ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ആസ് എ ഹോൾ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്.
Then third, it deals with the household and firm decision. ഫേമിൻ്റെ ചെറിയ ഒരു ഫേമിൻ്റെ ഡിസിഷൻ, ഒരു ഹൗസ് ഹോൾഡിന് നടക്കുന്ന ഡിസിഷൻ. ഇപ്പോൾ നമ്മളുടെ ഓരോ വീടുകളിലും ഓരോ ബഡ്ജറ്റ് കാൽക്കുലേഷൻ ഉണ്ടല്ലേ, നമുക്ക് കിട്ടുന്ന സാലറി എങ്ങനെയൊക്കെ ചിലവാക്കുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ സാലറി ആണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അതെല്ലാം ഒരു മൈക്രോ എക്കണോമിക്സ് ടേമാണ്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ് ഡെസിഷൻ. ഒരു ഫേമിൻ്റെ ഒന്നുമല്ല, ഒരു യൂണിറ്റ്, ഒരു ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ള തീരുമാനം, ഡിസിഷൻസ് എടുക്കുക. ഒരു ഇൻഡസ്ട്രിയിൽ പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയെങ്കിൽ, ഇപ്പോൾ സിമെൻറ്റ് ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, പെട്രോൾ ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ, ഒരു ഫുൾ യൂണിറ്റിൻ്റെയാണ് സ്റ്റഡി നടത്തുന്നത്. അങ്ങനെയുള്ള കാര്യമാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. ദെൻ മൈക്രോ സ്റ്റഡീസ് ഇൻഡിവിജ്വൽ പ്രൈസ്, ഇൻഡിവിജ്വൽ ഇൻകം പോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രൈസസ് ആണ് നോക്കുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നതോ ദ ഓവറോൾ പ്രൈസ് ലെവലായിരിക്കും മാക്രോ എക്കണോമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ ഇൻ മൈക്രോ എക്കണോമിക്സ് വി അനലൈസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓരോ ഗുഡിൻ്റെ അല്ലെങ്കിൽ ഓരോ സർവീസസിൻ്റെ ഡിമാൻഡ് സപ്ലൈ ആണ് നോക്കുന്നത്. പക്ഷേ മാക്രോയിൽ അങ്ങനെയല്ല, നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക? മൈക്രോ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ യൂണിറ്റിനെ മെഷർ ചെയ്യുക, സ്മോൾ ഒരു ആളുടെ ഇൻകം അല്ലെങ്കിൽ ഒരാളുടെ പ്രൈസ്, ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഐഡൻറ്റിഫൈ ചെയ്യുക, ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുക, അതിനെല്ലാം നമ്മൾ മൈക്രോ എക്കണോമിക്സ് യൂസ് ചെയ്യുക. ബട്ട് ഇൻ ദ ടേംസ് ഓഫ് അഗ്രിഗേറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടുപിടിക്കാൻ, ടോട്ടൽ എംപ്ലോയ്മെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, പ്രൈസ് ആസ് എ ഹോൾ കണ്ടുപിടിക്കാൻ ഒക്കെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്താണ്, ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് എക്കണോമിക്സ് മുന്നോട്ട് പോകുന്നത്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ ആൻഡ് വാട്ട് ഈസ് റിസെഷൻ. ഇൻഫ്ലേഷനും അതുപോലെ റിസെഷൻ ഇങ്ങനെയുള്ള രണ്ട് ടേംസ് ആയിരുന്നു. അപ്പോൾ ഇൻഫ്ലേഷനും റിസെഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെ പണപ്പെരുപ്പം എന്ന് കേൾക്കാറില്ലേ, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷൻ ഇസ് എ ജനറൽ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽസ് ഇൻ ദ എക്കോണമി. എക്കോണമിയുടെ പ്രൈസ് ലെവൽ അങ്ങ് കൂടുക, പ്രൈസ് വെച്ചാൽ പണം കൂടിക്കൂടി വരുന്നു, പണപ്പെരുപ്പം, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. And the reduction in the purchasing power is the main consequence of inflation. Reduction in purchasing power എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി 10 രൂപ കൊടുത്തിരുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് 100 രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ എന്ന കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലേഷനാണ് നടക്കുന്നത്. സോ ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഈസ് ഡിക്രീസിങ്. പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പൈസയുടെ കുറയുക, അല്ലേ, മൂല്യം കുറയുന്നു എന്ന് പറയാം. പണപ്പെരുപ്പം വരുമ്പോൾ ഉണ്ടാകുന്നൊരു കേസാണ് മൂല്യം കുറയും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് എ കസ്റ്റമർ ഹാസ് $100 ടു പർച്ചേസ് സെലക്റ്റഡ് പ്രൊഡക്ട്സ് ഇൻ 2016. അപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അയാൾ $100 കൊടുത്തിരുന്നു. he or she will not be able to purchase the same amount of products with $100 after 2 years. 2 വർഷം കഴിഞ്ഞിട്ട് അയാൾ 1 കിലോ സാധനമാണ് $100 വാങ്ങിയെന്ന് വിചാരിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് 1 കിലോയെ അര കിലോയെ $100 കൊണ്ട് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ അതെന്താ കാര്യം? നമ്മുടെ കമ്പനി ആ ഒരു പ്രൊഡക്റ്റിന് 2 കിലോ $100 വെച്ചിരുന്ന സാധനത്തിന് അല്ലെങ്കിൽ 1 കിലോ $100 വെച്ചിരുന്നതിന് പകരം എന്തായി, 1 കിലോയ്ക്ക് $200 അതുകൊണ്ടാണ് നമുക്ക് പകുതി മാത്രം കിട്ടുന്നത്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ പൈസയുടെ പെരുപ്പം കൂടുന്നു, പ്രൈസ് ലെവൽ കൂടുന്നു, പക്ഷേ നമ്മളുടെ മൂല്യം കുറയുന്നു. ആ ഒരു കേസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഒരു കാര്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്തത്. റിസെഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ലെവൽ കൂടുന്നു, ദ പർച്ചേസിങ് പവർ ഇസ് ഡിക്രീസിങ്. So recession is defined as a reduction in the level of activity in an economy. Recession എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ, ആക്ടിവിറ്റി കുറയുക. ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് റിസെഷൻ അല്ല, ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഡിഫ്ലേഷനാണ്. പണപ്പെരുപ്പത്തിന് പകരം പണത്തിൻ്റെ അവൈലബിലിറ്റി കുറയുകയാണെങ്കിൽ അതിന് ഡിഫ്ലേഷൻ എന്നാണ് പറയുക, റിസെഷൻ അല്ല. റിസെഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻഫ്ലേഷൻ കാരണം ഒരു കൺട്രിക്ക് പറ്റുന്ന ഒരു കോൺസിക്വൻസ്, ഒരു എഫക്റ്റാണ് റിസെഷൻ. ബട്ട് ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഡിഫ്ലേഷനാണ്. ഓക്കെ, അപ്പോൾ റിസെഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ ആക്ടിവിറ്റി, ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻ ആൻ എക്കോണമി. എക്കോണമിയിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം കുറയുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു രീതിയിലുള്ള മുന്നോട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ റിസെഷൻ എന്ന് പറയുന്നത്. ഇഫ് ആൻ എക്കോണമി എക്സ്പീരിയൻസ് എ നെഗറ്റീവ് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് ആസ് പെർ ദ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP എന്ന് പറയും. കൺട്രിയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നമ്മൾ കുറവാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിസെഷൻ എന്ന് പറയും.
അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സായിട്ട് എന്ന് വെച്ചാൽ ഒരു 4 മാസം വെച്ച് നമ്മൾ ഈ GDP സ്റ്റഡി നടത്തും. ഒരു 4 മാസത്തിന് നമ്മൾ GDP സ്റ്റഡി നടത്തും, അടുത്ത 4 മാസത്തിന് നമ്മൾ സ്റ്റഡി നടത്തും. അപ്പോഴെല്ലാം നമ്മുടെ GDPയിൽ നെഗറ്റീവ് ട്രെൻഡിൽ പോവുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് അവർ കൺട്രി ഈസ് മൂവിങ് ഓൺ ഇൻ എ റിസെഷൻ സ്റ്റേറ്റ്. ഒരു ഇൻഫ്ലേഷൻ കാരണം, പണപ്പെരുപ്പം കാരണം എപ്പോഴും നെഗറ്റീവ് ട്രെൻഡായിരിക്കും നമുക്കുണ്ടാകുന്നത്. വെച്ചാൽ നമ്മുടെ ഇൻകം എപ്പോഴും, നമ്മുടെ GDP എപ്പോഴും കുറഞ്ഞു പോകും. ആ ഒരു കേസിനെയാണ് നമ്മൾ റിസെഷൻ എന്ന് പറയുന്നത്. So in that case, if the GDP is found to decrease in the 2 consecutive years, it is called as recession, or our country is facing a recession state. So നമുക്ക് എക്സ്പ്ലെയിൻ ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻഫ്ലേഷൻ ഇസ് എ ടേം യൂസ് ടു റെഫർ ദ ജനറൽ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ, where the recession is the level of reduction in the economic activity. ഒരു ഇൻഫ്ലേഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് റിസെഷനെ പറയാം. സോ എന്താണ് ഇൻഫ്ലേഷൻ, അതുപോലെ എന്താണ് റിസെഷൻ. ഇപ്പോൾ ഡിഫ്ലേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫ്ലേഷൻ പ്രൈസിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ, ഇഫ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ ഓഫ് എൻ എക്കോണമി, ഇറ്റ് ഇസ് നോൺ ആസ് ഡിഫ്ലേഷൻ, ആൻഡ് എ കോൺസിക്വൻസ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് റിസെഷൻ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും തീർന്നു. വാട്ട് ആർ ദി ടേംസ് ഇൻഫ്ലേഷൻ ആൻഡ് റിസെഷൻ. 4th വൺ പറഞ്ഞിരിക്കുന്നത് ഫിസ്ക്കൽ പോളിസി. ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് നമ്മുടെ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൺട്രിയെ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമീനെ ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പോളിസീസാണ് ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന പോളിസികളാണിത്. അപ്പോൾ അതിലെ മോണിറ്ററി പോളിസി എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതേപോലെ നമ്മൾ ഇവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. സോ വാട്ട് ഇസ് ഫിസ്ക്കൽ പോളിസി? Fiscal policy refers to the use of government spending and tax policies to influence economic conditions, especially macroeconomic conditions, including aggregate demand for the goods and service, employment, inflation and economic growth. നമ്മുടെ മാക്രോ കണ്ടീഷൻസ്, മാക്രോ എന്ന് പറയുമ്പോൾ എന്താ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അഗ്രിഗേറ്റ് ആയിട്ടുള്ള ക്ലോസ്, നമ്മുടെ പ്രൈസ് ഫിക്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ഇൻഫ്ലേഷൻ കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയുള്ള റിസെഷൻ സമയത്ത് നമ്മൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് പോളിസീസ് ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഫിസ്ക്കൽ പോളിസീസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് എടുക്കുന്ന ഒരു പോളിസി. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സ് പോളിസീസും ഒക്കെ വെച്ച് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, റിസെഷനൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിസ്ക്കൽ പോളിസി. So fiscal policy is often contrasted with the monetary policy, which is enacted by the central bankers and not the elected government officials. അപ്പോൾ മെയിൻ ഒരു ഡിഫറൻസ് നമുക്ക് പറയാം. മോണിറ്ററി പോളിസീസ് ആർ ടേക്കൺ അപ്പ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മളുടെ RBI എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് മോണിറ്ററി പോളിസിയിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. RBI ഗവൺമെൻറ് ബോഡി ആണെങ്കിലും അത് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ് അല്ലെങ്കിൽ RBI, അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള RBI എടുക്കുന്ന തീരുമാനമാണ്. RBI ആണ് എല്ലാ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലേ? എല്ലാ ബാങ്കുകളുടെ ബാങ്കിങ് റേറ്റ് എന്ത് വേണം, അവരുടെ ലെൻഡിങ് റേറ്റ് എന്ത് വേണം, CRR, SLR, ഇങ്ങനെയുള്ള കുറേ ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ മോണിറ്ററി പോളിസി, ഇപ്പോൾ നമ്മൾ ഫിസ്ക്കൽ പോളിസിയാണ് പറയുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി ബാങ്ക് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബാങ്ക് എടുക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. വൈൽ ദ ഗവൺമെൻറ് എടുക്കുന്ന, നമ്മുടെ ഗവൺമെൻറ് ആണ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. മോണിറ്ററി പോളിസീസ് ആർ ടേക്കൺ അപ്പ് ബൈ ദ സെൻട്രൽ ബാങ്ക്, വൈൽ ഫിസ്ക്കൽ പോളിസീസ് ആർ ടേക്കൺ അപ്പ് ബൈ ദ ഗവൺമെൻറ് ബോഡീസ്. സോ ഡ്യൂറിങ് എ റിസെഷനും അതുപോലെ ഇൻഫ്ലേഷനും എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു റിസെഷൻ സമയത്ത് ദ ഗവൺമെൻറ് മേ എംപ്ലോയ് ദ എക്സ്പാൻഷറി ഫിസ്ക്കൽ പോളിസി ബൈ ലോവറിങ് ദ ടാക്സ് റേറ്റ്സ് ടു ഇൻക്രീസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഫ്യൂൽ എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി റിസെഷൻ എന്ത് ചെയ്യും? നമ്മൾ നോർമൽ ഉണ്ടാകുന്ന റേറ്റുകളിൽ നമ്മുടെ ടാക്സ് റേറ്റ്, ഇൻകം സ്ലാബൊക്കെ ഇല്ലേ, സ്ലാബ് എന്ത് ചെയ്യും? കുറയ്ക്കും. ഇൻകം ടാക്സ് സ്ലാബ്, അതുപോലെയുള്ള പല ടാക്സുകൾ, GST, ഇപ്പോൾ GST ആണ് എല്ലാത്തിനും കൂടെ. പണ്ട് വാറ്റ്, സെയിൽസ് ടാക്സ്, അങ്ങനെ പല ടാക്സുകൾ ഉണ്ടായിരുന്നു, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ ടാക്സുകളും എന്താ കുറയ്ക്കും, ലെവൽ കുറയ്ക്കും. അപ്പം നമ്മുടെ ഇപ്പോൾ ലോൺ റേറ്റ് ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ എന്താ, കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കാൻ തുടങ്ങും. ലോണിൻ്റെ പലിശ കുറയ്ക്കുന്നു. പലിശ കുറയ്ക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെടുക്കും. ലോൺ പലിശ കൊടുക്കുന്ന മോണിറ്ററി പോളിസിയുടെ ഉള്ളിലാണ്. ഇവിടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ റേറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻ്റൊക്കെ കുറയ്ക്കുകയാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കും. അപ്പം നോർമലി എക്കണോമി വളരാൻ തുടങ്ങും. ആ ഒരു കേസാണ് റിസെഷനിൽ വരുന്നത്. അതേപോലെ ഇൻ കേസ് ഓഫ് മോർണിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് അതർ എക്സ്പാൻഷണറി സിംറ്റം, എ ഗവൺമെൻറ് പെർസ്യൂ കോൺട്രാക്ഷണറി
ഫിസ്ക്കൽ പോളിസി. ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, റിസെഷൻ അങ്ങനെയുള്ള തീരുമാനങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാറ്. ടാക്സ് കുറയ്ക്കുക, ടാക്സ് കൂട്ടുക, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇനി ഡിഫ്ലേഷനാണ് വരുന്നത്. ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പണം ഒട്ടും ഇല്ല മാർക്കറ്റിൽ, അപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്. എന്നാൽ പണം കൂടുതലാണെങ്കിൽ പണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഗവൺമെൻറ് എടുക്കുന്നത്. അതാണ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ കേസിൽ ഫിസ്ക്കൽ പോളിസി എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പറയുമ്പോൾ പോളിസീസ് ടേക്കൺ അപ്പ് ബൈ ദ ഗവൺമെൻറ്. എന്തിനു വേണ്ടി? ഇങ്ങനെയുള്ള എക്കണോമിക് കണ്ടീഷൻസ്, റിസെഷൻ, ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള ബൂംസ്, നമ്മുടെ എക്കോണമിയെ തകർക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫിസ്ക്കൽ പോളിസീസ് വരുന്നത്. ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ഫിസ്ക്കൽ പോളിസി. The 5th one is what is GIFFEN paradox. GIFFEN goods നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗുഡ്സുകൾ, ടൈപ്പ് ഓഫ് ഗുഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ വാട്ട് ഇസ് മെന്റ് ബൈ GIFFEN ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സിനെയാണ് നമ്മൾ GIFFEN ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫീരിയർ ഗുഡ്സിൽ വരുന്നൊരു കേസാണ് GIFFEN പാരഡോക്സ്. അത് നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ GIFFEN പാരഡോക്സ് ഇസ് നെയിംഡ് ആഫ്റ്റർ സർ റോബർട്ട് ഗിഫൻ. റോബർട്ട് ഗിഫൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു GIFFEN പോളിസി കൊണ്ടുവന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സെപ്ഷൻ ടു എ ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രൈസും ഡിമാൻഡും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയും എന്നൊരു കേസ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഇങ്ങനെ ഒരു കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്? ലോ ഓഫ് ഡിമാൻഡ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. നമ്മൾ നോർമൽ കേസിൽ അങ്ങനെയാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി വരുവാണ്, നമ്മുടെ നെസസറി ഗുഡിൻ്റെ പ്രൈസ് കൂടി വരുമ്പോൾ എന്താ, നമ്മൾ ഓൾട്ടർ ചെയ്ത് വേറെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, വേറൊരു പ്രൊഡക്റ്റ് എടുക്കും അല്ലേ. അതിനൊരു എക്സെപ്ഷനായിട്ട് വരുന്നതാണ് GIFFEN paradox. So that is the Robert Giffen has observed that when the price of bread increase, പുള്ളി സ്റ്റഡി ചെയ്ത ബ്രെഡ്, നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു കമ്പോഡിറ്റി, നെസസിറ്റി ഗുഡായിട്ട് വരുന്ന ബ്രെഡിൻ്റെ പ്രൈസ് കൂടി വന്നപ്പോൾ then the low paid British wage earners brought more of the bread and not less. പ്രൈസ് കൂടി വന്നപ്പോൾ നമ്മൾ നോർമൽ കേസിൽ എന്താ, നമ്മളപ്പോൾ ബ്രെഡ് വാങ്ങുന്നത് നിർത്തും അല്ലേ, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കും. പക്ഷേ ലോ പെയ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് വേജേഴ്സ് എന്ത് ചെയ്തു, കൂടുതൽ ബ്രെഡ് വാങ്ങാനാണ് നോക്കിയത്. അവർ കുറവല്ല വാങ്ങിയത്, കൂടുതൽ വാങ്ങി. സിൻസ് ദ വേജ് ഏർണേഴ്സ് ഡയറ്റ് വാസ് മെയിൻലി ബ്രെഡ്, വിത്ത് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ദേ ആർ ഫോഴ്സ്ഡ് ടു കട്ട് ഡൗൺ ദ കൺസപ്ഷൻ ഓഫ് മീറ്റ് ആൻഡ് അതർ എക്സ്പെൻസീവ് ഗുഡ് ഐറ്റംസ്. അപ്പം ഇവരുടെ മെയിൻ ആയിട്ടുള്ള, നമ്മളിപ്പോൾ അരിയുടെ വില കൂടി വരുമ്പം നമ്മൾ അരി വാങ്ങി വെച്ചുകൊണ്ടിരിക്കും അല്ലേ, കൂടി വരുമ്പോൾ നമ്മൾ വാങ്ങി വെക്കും. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ള എക്സ്പെൻസീവ് ഗുഡ്സ്, ഇപ്പം മീറ്റോ ഫിഷൊക്കെയാണ് റേറ്റ് കൂടുന്നതെങ്കിൽ നമ്മൾ പച്ചക്കറി അരിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ ഇവർ ബ്രെഡാണ് ഇവരുടെ സോൾ ഫുഡ്, അതുകൊണ്ട് ഇവർ ബ്രെഡ് വാങ്ങി സൂക്ഷിച്ചു. എന്നിട്ട് എക്സ്പെൻസീവ് ഗുഡ്സ് ആയിട്ടുള്ള മീറ്റ് അതുപോലെയുള്ള ഗുഡ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തു. ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദിയർ ഫുഡ് ഇൻടേക്ക് ദേ ബ്രോട്ട് ദ ബ്രെഡ് ഈവൻ അറ്റ് ഹയർ പ്രൈസ്. എത്ര പ്രൈസ് കൂട്ടിയിട്ടും ബ്രെഡ് വാങ്ങുന്നുണ്ട്, ബിക്കോസ് അതാണ് അവരുടെ സോൾ ഫുഡായിട്ട് വരുന്നത്. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ GIFFEN പാരഡോക്സ് എന്ന് പറയുന്നത്. GIFFEN ഗുഡ്സ് ഇൻഫീരിയർ ഗുഡ് അല്ലേ, ബ്രെഡ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിലാണ്. അപ്പോൾ അതിൽ വന്ന ഒരു കേസാണ് ദ GIFFEN paradox. So the demand for the GIFFEN goods varies directly with price and it is an exception to the law of demand. നമ്മൾ നോർമലി ഡിമാൻഡിൽ എങ്ങനെയാണ്, പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൈസ് ആണ്. പക്ഷേ ഡിമാൻഡ് ഫോർ ദ GIFFEN ഗുഡ്സ് ഇസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഓർ ഡയറക്റ്റ് ആയിട്ടാണ് പ്രൈസുമായിട്ട് വരുന്നത്. നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P എന്ന കൺസെപ്റ്റ് വരും. നോർമലി D is ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു P ആണ്. ഇൻ കേസ് ഓഫ് GIFFEN പാരഡോക്സ് D is ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൈസ് ഓഫ് ദ ഗുഡ്. അപ്പോൾ പ്രൈസ് എത്ര ഇൻഫീരിയർ ഗുഡ്സിന് കൂടിയാലും നമ്മൾ ആ ഗുഡ് വാങ്ങുന്നത് നിർത്തുന്നില്ല. ഇതാണ് ഈ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ GIFFEN പാരഡോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു എക്സെപ്ഷൻ കേസ് അല്ലേ. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൽ കുറേ എക്സെപ്ഷൻസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഒക്കെ അതിൻ്റെ ഒരു എക്സെപ്ഷനാണ്. ആ ഒരു എക്സെപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് GIFFEN പാരഡോക്സ്. ബാക്കിയുള്ള എക്സെപ്ഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു 8 മാർക്സിനോ അല്ലെങ്കിൽ 50 മാർക്സിനോ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സെഷനാണ് എഴുതേണ്ടത്. സോ അതാണ് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, എക്സ്പ്ലെയിൻ ദ ടേം GIFFEN പാരഡോക്സ്. ദ 6th one is what as മാർജിനൽ യൂട്ടിലിറ്റി. ആറാമത് വരുന്നത് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്താ, ടോട്ടൽ യൂട്ടിലിറ്റി എന്താ, മാർജിനൽ യൂട്ടിലിറ്റി എന്താ, ഇത് ഡിഫറൻസ് ഉണ്ട്. അതിലെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ആഡഡ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം ഹാവിങ് 1 more unit ഓഫ് ദി ഗുഡ്സ് ഓർ സർവീസ്. ഒരു എക്സ്ട്രാ ഗുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. യൂട്ടിലിറ്റി എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ നമ്മൾ പട്ടിണിക്കിരിക്കുക, അപ്പോൾ നമുക്ക് ഒരു പഴം കിട്ടി, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഴം കഴിക്കുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ആയിരിക്കും അതെ. അപ്പോൾ അത് നമ്മുടെ ടേംസിൽ യൂണിറ്റ്സിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ 10 യൂണിറ്റാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഫസ്റ്റ്
പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ. അതിനുശേഷം അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പഴം കൂടെ കഴിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ എത്രയായിരിക്കാം? അതും കൂടെ കഴിക്കുമ്പോൾ നമ്മൾക്കൊരു 15 നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ആഡ് ചെയ്ത് വരുന്നപ്പോൾ 5 അടുത്ത യൂട്ടിലിറ്റി എങ്കിൽ. അപ്പോൾ ഒരു എക്സ്ട്രാ ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു യൂട്ടിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. നിങ്ങൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവും, മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി ഒക്കെ ചേർത്തിട്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ ഓരോ അഡീഷണൽ ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഒരു അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് യൂസ്ഡ് ബൈ ദ എക്കണോമിസ്റ്റ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ഓഫ് എൻ ഐറ്റം കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ്. എത്ര ഗുഡ്സ് വാങ്ങും, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകാം ചിലപ്പോൾ, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ 10 യൂണിറ്റ് കഴിച്ചു, നമുക്ക് കുറേ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഇൻടേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ 0 യൂട്ടിലിറ്റി വരാം. അപ്പോൾ എത്ര ഗുഡ്സ് വരെ ഒരാൾ കൺസ്യൂം ചെയ്യും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ ഒരു മാർജിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റ് യൂസ് ചെയ്യാം. So positive margin utility occurs when the consumption of an additional item increases the total utility. Total യൂട്ടിലിറ്റിയിൽ ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം ഒരു പോസിറ്റീവാണ് ട്രെൻഡ്, അല്ലെങ്കിൽ പോസിറ്റീവ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ 10, അടുത്ത പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 15 ആയെങ്കിൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്താ? 15 - 10 5 ആണ്. അടുത്ത പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ നമ്മുടെ മാർജിൻ ടോട്ടൽ യൂട്ടിലിറ്റി 15 തന്നെയായി നിൽക്കുക, അല്ലെങ്കിൽ 16 ആയി. അപ്പോൾ നമ്മുടെ അവിടെ മാർജിൻ യൂട്ടിലിറ്റി എന്താ? 16 - 15 that is 1. അടുത്ത കേസിൽ മാർജിൻ യൂട്ടിലിറ്റി 16 തന്നെ നിൽക്കുക. അപ്പോൾ എന്താ? മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അപ്പോൾ എന്താ? ടോട്ടൽ യൂട്ടിലിറ്റി 10 ആയി കുറഞ്ഞെങ്കിൽ അപ്പോൾ എന്താ? 10 - 16 that is -6 ആവും മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ട്രെൻഡും മാർജിനൽ യൂട്ടിലിറ്റി വരാവുന്നതാണ്. സോ മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതുപോലെ 0യും ആകാം. ഓക്കെ. So, on the other hand, negative marginal utility occurs where the consumption of one more unit decreases the total utility. Total utility കുറയുക, അല്ലേ? 16 കിടന്നത് 10 ആകുന്നെങ്കിൽ എന്താ അതിൻ്റെ അതിൻ്റെ ഇഷ്യൂസ് എന്താ? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു, നെഗറ്റീവ് ട്രെൻഡിലായി എന്നാണ് അതിൽ പറയുന്നത്. So, the law of diminishing marginal utility is often to justify the progressive tax. Progressive tax ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റിഫിക്കേഷനിലൊക്കെ നമ്മൾ ഈ ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നൊരു ലോ ഉണ്ട്. നമ്മുടെ ലോ ഓഫ് ഡിമാൻഡൊക്കെ പോലെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ലോ ഉണ്ട്. ആ ലോയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വിത്ത് ഗ്രാഫ് ആയിരിക്കണം. നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ലോ മാത്രം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അത് ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ആഡ് ഓൺ വരുന്ന യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അതിനെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. മാർജിനൽ യൂട്ടിലിറ്റി 3 ടൈപ്പ് ഉണ്ടാവാം. പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം, 0 ഉണ്ടാവാം. അത് ഏതൊക്കെ കേസിലാണ്? അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി അടുത്തൊരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കൂടുകയാണെങ്കിൽ ദർ ഇസ് പോസിറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി. ഇഫ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ഇസ് ഡിക്രീസിങ് ഓൺ ദ കൺസപ്ഷൻ ഓഫ് ദി അതർ പ്രൊഡക്റ്റ് ഇറ്റ് ഇസ് എന്താ? നെഗറ്റീവ് യൂട്ടിലിറ്റി. ഇഫ് ദ ടോട്ടൽ യൂട്ടിലിറ്റി റിമെയിൻസ് സെയിം 16 ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ദെൻ ദ മാർജിനൽ യൂട്ടിലിറ്റി ഇസ് 0. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന കൺസെപ്റ്റ്. ഓക്കെ. ആൻഡ് 7th, ഇനി നമ്മളുടെ 7ാമത്തെ ഇതാണ്. 7ാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് തൊട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ്. ബാക്കി ഒരു 13 വരെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ഞാനൊരു ലെക്ചറായിട്ട് ഇട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് എന്താ? ഫസ്റ്റ് 6 questions ആയിരുന്നു. വാട്ട് ഈസ് മാനേജറിയൽ എക്കണോമിക്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ ആൻഡ് റിസെഷൻ, ഫിസ്ക്കൽ പോളിസി, ഗിഫൻ പാരഡോക്സ്, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അധികം എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട് ഓരോ ടേംസിൻ്റെ. ഇതെല്ലാം ഒന്ന് റെഫർ ചെയ്യണം. വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വരണമെന്നില്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ പോർഷൻസും കവർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ അറിയാതാവും. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വിട്ടിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. ഇന്നിപ്പോൾ 2ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ. അപ്പം 8ാം തീയതി എനിക്കൊന്ന് 2ാമത്തെ എക്സാമാണ് നിങ്ങളുടെ മാനേജറിയൽ എക്കണോമിക്സ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനിയുള്ള ക്ലാസ് ഞാൻ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കാണുക. വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മാനേജറിയൽ എക്കണോമിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഏതെങ്കിലും സബ്ജക്റ്റിനുണ്ടെങ്കിൽ ഇടുക. എനിക്ക് പറ്റുന്നത്രയും ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എടുത്തു തരാം. ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.